നമ്മളെല്ലാവരും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരാണ്. അതിൽ അധിക പേർക്കും ഉണ്ടാകുന്ന പ്രശ്നം, നമ്മൾ പുതിയ ഫോൺ വാങ്ങുമ്പോൾ 128 GB 256 GB അല്ലെങ്കിൽ അതിന് മുകളിൽ ജിബിയിലുള്ള ഫോണായിരിക്കും നമ്മൾ വാങ്ങുന്നത്. പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് ഫുള്ളായി തുടങ്ങും. അതിലും വിചിത്രം, നമ്മൾ കൂടുതൽ ഫോട്ടോകളൊന്നും എടുത്തിട്ടില്ല, കൂടാതെ കൂടുതൽ വീഡിയോകളും നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് കുറയുന്നു. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ അറിയാതെ ആൻഡ്രോയിഡ് ഫോണിനകത്തുള്ള ചില ഹിഡൻ ഫോൾഡർ അകത്ത് ആയിരക്കണക്കിന് ഫയൽ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ആൻഡ്രോയിഡിലുള്ള ചില ഹിഡൻ ഫോൾഡേഴ്സും അവ സേഫായി എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നും ഇതിലൂടെ 2 GB മുതൽ 10 GB വരെയുള്ള സ്റ്റോറേജ് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നതുമാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ സമയം കളയാതെ നേരിട്ട് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണാം. ആദ്യം നമ്മൾക്ക് ഹിഡൻ ഫോൾഡർ വിസിബിൾ ആക്കണം. അതിനായി ഫോണിൽ ഫയൽ മാനേജറോ അല്ലെങ്കിൽ മൈ ഫയലോ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന 3 ബാറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഈ ഇന്റർഫേസിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം, ഷോ ഹിഡൻ ഫയൽസ്. ചില മൊബൈലിൽ ഷോ സിസ്റ്റം ഫയൽസ് എന്നായിരിക്കും. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇത് ഓൺ ചെയ്താൽ സാധാരണ കാണാത്ത ആൻഡ്രോയിഡ് ഹിഡൻ ഫോൾഡർ എല്ലാം വിസിബിൾ ആവും. ശേഷം നിങ്ങൾ ബാക്ക് പോവുക. ഇനി നമ്മൾക്ക് പോകേണ്ടത് ഇന്റേണൽ സ്റ്റോറേജിലേക്കാണ്. അതിനായി നിങ്ങൾ താഴെ കാണുന്ന ഇന്റേണൽ സ്റ്റോറേജ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ആൻഡ്രോയിഡ് എന്നുള്ളൊരു ഫോൾഡർ. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇതിനകത്ത് മീഡിയ ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിരവധി ആപ്പുകൾ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ നിന്ന് com.whatsapp എന്നുള്ള ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം വാട്സപ്പ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇതിനുള്ളിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് മീഡിയ ഫോൾഡർ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിരവധി ഫോൾഡർ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ വാട്സപ്പ് ഉപയോഗിച്ച് വർഷങ്ങളായി ഫയൽസ് അയക്കുമ്പോൾ ഇവിടെ ആയിരക്കണക്കിന് ഫയൽസ് സേവ് ആകാറുണ്ട്. ഇതിൽ പ്രധാനമായും നോക്കേണ്ട ഫോൾഡർ വാട്സപ്പ് ലിങ്ക് ആണ്. നിങ്ങൾ ഇവിടെ കാണുന്ന ലിങ്ക്സ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഉള്ളത് എന്താണെന്ന് അറിയാമോ? ഇവ സാധാരണ ലിങ്ക് പ്രിവ്യൂ ഇമേജ് ആണ്. വാട്സപ്പിൽ ഒരു ലിങ്ക് അയച്ചാൽ അതിന്റെ പ്രിവ്യൂ ഇമേജ് സേവ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇത് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്താലും വാട്സപ്പിന് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ഇത് ഡിലീറ്റ് ചെയ്യാനായി മുകളിലുള്ള 3 ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിൽ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ വരുന്ന ഇന്റർഫേസിൽ ഇപ്പോൾ എൻ്റെ മൊബൈലിൽ തന്നെ 2979 ഫയൽ എനിക്ക് ഡിലീറ്റ് ചെയ്യാനുണ്ട്. ഇതുപോലെ നിങ്ങളുടെ മൊബൈലിലും ഒരുപാട് ഫയലുകൾ അവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ഫോണിലെ ഒരുപാട് സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത് ഈ ഫോൾഡറാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇത് ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം നമ്മൾ ബാക്ക് പോവുക. വീണ്ടും നിങ്ങൾ ഇന്റേണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക. ഇവിടെ കുറച്ച് താഴെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ പിക്ചേഴ്സ് എന്നുള്ള ഒരു ഫോൾഡർ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരു ഹിഡൻ ഫോൾഡർ കാണാം, തംബ്നെയിൽസ്. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഈ ഫോൾഡർ നമ്മൾ ഗാലറിയിൽ കാണുന്ന ഇമേജ് പ്രിവ്യൂ ആണ്. ഫോട്ടോ ഗാലറി ഓപ്പൺ ചെയ്യുമ്പോൾ ഫോട്ടോ പ്രിവ്യൂ കാണിക്കാൻ ആൻഡ്രോയിഡ് തംബ്നെയിൽ ഇമേജ് സേവ് ചെയ്യും. ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കാലക്രമേണ ആയിരക്കണക്കിന് ഫയൽസ് ആയി മാറും. ഇത് ഇവിടെ ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ഗാലറിയിലുള്ള ഫോട്ടോയ്ക്കോ വീഡിയോക്കോ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. നമ്മൾ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നത് പ്രിവ്യൂ ഫയൽസ് മാത്രമാണ്. അതിനുവേണ്ടി മുകളിലുള്ള 3 ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എനിക്ക് ഇതിൽ 506 ഫയൽ ഡിലീറ്റ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ ഇതിലും ഒരുപാട് കൂടുതലായിരിക്കും. കാരണം ഞാൻ ഇടയ്ക്കിടെ ഇത് ഡിലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം നമ്മൾ ബാക്ക് പോവുക. ശേഷം അതേ ഇന്റർഫേസിൽ കുറച്ച് മുകളിൽ പോയാൽ നിങ്ങൾക്ക് മൂവി എന്നൊരു ഫോൾഡർ കാണാം. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ഹിഡൻ തംബ്നെയിൽസ് ഫോൾഡർ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഫോണിലുള്ള വീഡിയോകളുടെ പ്രിവ്യൂ സ്ക്രീൻഷോട്ട് ആണ്. ഇത് നിങ്ങൾ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഗാലറിയിലുള്ള വീഡിയോകളൊന്നും ഡിലീറ്റ് ആവുകയില്ല. അതിനാൽ നമ്മൾ ഇത് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഇത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി മുകളിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം എനിക്ക് ഇവിടെ 179 ഫയൽ ഡിലീറ്റ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ മൊബൈൽ എത്ര ഫയലാണോ അത് മുഴുവനും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ശേഷം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം നിങ്ങൾ ബാക്ക് പോവുക. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോൾഡറാണ്. ഇവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡൗൺലോഡ് എന്നുള്ളൊരു ഫോൾഡർ. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഈ ഫോൾഡർ സാധാരണയായി പഴയ APK ഫയൽസ്, PDF ഫയൽസ്, ബാങ്ക് ഡോക്യുമെന്റ്, റാൻഡം ഡൗൺലോഡ് ഇവ കൊണ്ട് നിറഞ്ഞിരിക്കും. നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് മറന്നു പോകുന്ന ഫയൽസ് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ചെക്ക് ചെയ്യുക. ശേഷം ആവശ്യമില്ലാത്ത ഫയലുകളൊക്കെ
നിങ്ങൾ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. ശേഷം നിങ്ങൾ ബാക്ക് പോയി ഫയൽ മാനേജറിന്റെ ഹോം പേജിലേക്ക് വരിക. ഈ ഇന്റർഫേസിൽ നിങ്ങൾക്ക് ഫോണിലെ സ്റ്റോറേജ് മുഴുവൻ ഇവിടെ കാണിക്കും. ഉദാഹരണത്തിന് വീഡിയോ എത്ര GB, ഇമേജ് എത്ര GB, ഓഡിയോ എത്ര GB, ഡോക്യുമെന്റ് എത്ര GB. കൂടാതെ നിങ്ങൾ യൂസ് ചെയ്യാത്ത ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ നിന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. അതിനായി നിങ്ങൾ ഇവിടെ ആപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ മൊബൈലുള്ള എല്ലാ ആപ്പുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ കാലമായി ഉപയോഗിക്കാത്ത ആപ്പുകൾ എന്തെങ്കിലും ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇതിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക. ആവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ നിങ്ങളുടെ മൊബൈലിൽ വെക്കുന്നത് നിങ്ങളുടെ സ്റ്റോറേജ് കളയുന്നതിന് ഒരു കാരണമാണ്. ഇനി അവസാനത്തെ സ്റ്റെപ്പ്, ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത എല്ലാ ഫയലുകളും നമ്മൾ പെർമനന്റ്ലി ഡിലീറ്റ് ചെയ്തിട്ടില്ല. അത് ഡിലീറ്റ് ചെയ്യാതെ നിങ്ങളുടെ സ്റ്റോറേജ് ഒരിക്കലും നിങ്ങൾക്ക് ഫ്രീ ആക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ഫയലുകളൊക്കെ എവിടെയുണ്ടെന്ന് കാണാൻ ഇവിടെ മുകളിലുള്ള 3 ബാറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ട്രാഷ് എന്നുള്ളൊരു ഓപ്ഷൻ. അതിന് മുകളിൽ തന്നെ എത്ര GB ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നതും അവിടെ കാണിക്കുന്നുണ്ട്. 2.2 GB. ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ 2 GB മുതൽ 10 GB വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനായി നമ്മൾ ഇവിടെ നിന്ന് ട്രാഷ് ഓപ്പൺ ചെയ്യുന്നു. ശേഷം ഓൾ ഐറ്റം എന്നുള്ളതിന് നേരെയുള്ള ബോക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം താഴെയുള്ള ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഇന്റർഫേസിൽ കാണിക്കുന്നത് 3207 ഫയൽ പെർമനന്റ്ലി ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇത് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വാട്സപ്പ് ഹിഡൻ ഫയൽസ് ഡിലീറ്റ് ചെയ്യും, തമ്പനൈൽ ഫയൽ റിമൂവ് ചെയ്യും, അൺവാണ്ടഡ് ഡൗൺലോഡ് ക്ലിയർ ചെയ്യും, അൺയൂസ്ഡ് ആപ്പ് റിമൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.